So take a look at the other 5. ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി ശരിക്കും ഇഷ്ടമുള്ള പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ലോകത്തിന്റെ ചരിത്രം പഠിച്ചേ മതിയാവുള്ളൂ അല്ലേ? നോക്കാം. ഈ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ ഇത്രയും പറയുന്നത് പെട്ടെന്ന് തീർക്ക്. ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? നമ്മുടെ രാജ്യം ഇന്ത്യ എന്നുള്ള ഉത്തരവാണ് മനസ്സിലുള്ളത്. ഭയങ്കര ഓബ്വിയസ് ആയിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ഉത്തരവാണെങ്കിൽ അല്ലേ? അതെ, നോക്കാം. നിങ്ങൾക്ക് അപ്പൊ അത്രയും നമ്മള് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മാറി ലോക ചരിത്രത്തിലോട്ട് പോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം ഇന്ത്യ എന്നുള്ള ഉത്തരം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അല്ല, അങ്ങനല്ല. യോഗ എന്നുള്ള ഒരു പദം വന്നുകൊണ്ട് ഞാൻ കറക്കി കുത്തിയതാട്ടോ. ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് UN അംഗീകരിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ലോകമെമ്പാടും ഇന്റർനാഷണൽ യോഗ ഡേ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെ. ആ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതെ, അതിനെ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തീർച്ചയായിട്ടും, അത് ഇന്ത്യയുടെ സ്വന്തമാണ് തീർച്ചയായിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ. We'll go straight to the task. അനന്തല്ലേ ഇത്തവണ പോണേ? ഇത്തവണ ഉണ്ടല്ലോ. അനന്തേ നട്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാ? ഓക്കെ ആണോ? എടുക്ക്, ഈ തവണ പിടിച്ചിരിക്കും. പിടിച്ചിരിക്കും. ഓടൂ, വാരൂ, നേടൂ. Go. Good luck. Concentration is the key. സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇനിയുണ്ട് seconds. Yes. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. 27 seconds. Yes. 15 more seconds ഉണ്ട്. അപ്പൊ അതിന് yeah. Yes. 5 more seconds, guys. 3, 2, 1. Yes, time out. Anand, time out. ഇതും ലാസ്റ്റ് മിനിറ്റ് വരെ എത്തി. മിഥുൻ ചേട്ടാ, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ എത്തിയതാണ്. വെൽ പ്ലേഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ നട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ സ്റ്റിക്ക് ഒരുപാട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇത്തിരി റിസ്കിയാ പുറത്തേക്ക് എടുക്കാനായിട്ട്. മീനാക്ഷി ഒന്ന് നട്ട് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കാണിച്ച്. ഓക്കെ ഞാൻ ചെയ്യാവേ. ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അത് വെച്ചിട്ട് പിന്നെ എങ്ങനെ വെക്കും? എന്നിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇവിടെ വെക്കട്ടെ, എല്ലാം മാറ്റി വെച്ചേക്കാൻ. മീനാക്ഷി അത് ചെയ്താൽ ഉഗ്ര കൈഡി കൊടുക്കണം കേട്ടോ. പാടാ കേട്ടോ. എന്നെ എൻകറേജ് ചെയ്യാൻ പിന്നെ എല്ലാവരും ഗിഫ്റ്റ് ഇല്ലേ മിഥുൻ ചേട്ടാ? ഉണ്ട്. വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് അയച്ചുതരാമേ. താങ്ക് യു. ടൈമറിലേക്ക് ആർക്കും പറ്റുന്ന മനസ്സിലായില്ലേ? പക്ഷെ അത് മീനാക്ഷി ചെയ്ത് കാണിച്ചെന്നില്ലേ നമുക്ക്? അപ്പൊ ശരിക്കും ഇറ്റ്സ് വെരി പോസിബിൾ. പക്ഷെ ഈ പറയുന്ന പോലെയാണ് നമ്മൾ പ്രഷറിൽ നിൽക്കുമ്പോൾ ആണല്ലോ സ്മാർട്ട് ഷോ. നമ്മൾ ആ 45 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു പ്രഷറിൽ നിൽക്കുമ്പോൾ കൈവറയിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രയും വേഗം കൊണ്ട് കാണിക്കുന്നേട്ടാ. വീട്ടിലോട്ട് അല്ലട്ടോ, അപ്പം കൊണ്ട് ശരിയായിക്കോളും. അപ്പത്തെ കാര്യത്തിൽ അപ്പൊ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പാ, വീട്ടിൽ കിട്ടിക്കോളും.